നമസ്കാരം. കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു ആരോഗ്യ പ്രശ്നമാണ് അമീബിക് മെനിഞ്ചോ എൻകെഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ വർഷം തന്നെ 19 മരണങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്താണ് അമീബിക് മെനിഞ്ചോ എൻകെഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം? നമ്മള് കോവിഡ് സമയത്ത് ഒരുപാട് കേട്ടൊരു വാക്കായിരുന്നു വൈറസ് എന്ന്, കൊറോണ വൈറസ് എന്ന്. ഈ വൈറസിനെയും ബാക്ടീരിയയും പോലെ തന്നെ മറ്റൊരു സൂക്ഷ്മജീവിയാണ് അമീബ എന്ന് പറയുന്നത്. തലച്ചോറിനെ ബാധിക്കുന്ന മാരകമായ ഒരു രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻകെഫലൈറ്റിസ്. അമീബിക് മെനിഞ്ചോ എൻകെഫലൈറ്റിസ് 2 തരത്തിലുണ്ട്. അതിൽ ആദ്യത്തേതാണ് പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻകെഫലൈറ്റിസ്. നഗ്ലേറിയ എന്ന അമീബ മൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നത്. ഈ അമീബ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയും വളരെ പെട്ടെന്ന് രോഗം മൂർച്ഛിക്കുകയും പെട്ടെന്ന് മരണം സംഭവിക്കുകയും ചെയ്യുന്നു. മൂക്കുവഴിയാണ് നഗ്ലേറിയ എന്ന അമീബ നമ്മുടെ ശരീരത്തിൽ കയറുന്നത്. രണ്ടാമത്തേതാണ് ഗ്രാനുലോമാറ്റസ് അമീബിക് മെനിഞ്ചോ എൻകെഫലൈറ്റിസ്. അക്കാന്തമീബ, ബാലമുത്തയ്യ എന്നീ അമീബകൾ മൂലമാണ് ഗ്രാനുലോമാറ്റസ് അമീബിക് മെനിഞ്ചോ എൻകെഫലൈറ്റിസ് ഉണ്ടാകുന്നത്. ഈ രോഗാണുക്കൾ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ വളരെ പതുക്കെ മാത്രമേ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കൂ. ചിലപ്പോൾ ആഴ്ചകളും അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങളും എടുക്കാം. ഈ രണ്ടാമത് പറഞ്ഞവ, അതായത് ഈ അക്കാന്തമീബയും ബാലമുത്തയ്യയും, ഇവര് മൂക്കിൽ കൂടി മാത്രമല്ല ശ്വാസകോശത്തിൽ കൂടിയും കണ്ണിൽ കൂടിയും തൊലിപ്പുറത്തെ മുറിവുകൾ കൂടിയും നമ്മുടെ ശരീരത്തിൽ കയറുന്നു. ഇന്ന് നമുക്കിവിടെ നഗ്ലേറിയ മൂലമുണ്ടാകുന്ന പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻകെഫലൈറ്റിസിനെ പറ്റി വിശദമായി ചർച്ച ചെയ്യാം. നഗ്ലേറിയയുടെ മറ്റൊരു പേരാണ് ബ്രെയിൻ ഈറ്റിംഗ് അമീബ. പേരുപോലെ തന്നെ തലച്ചോറിനെ കാർന്നു തിന്നുന്ന ഒരു അമീബയാണ് ഈ നഗ്ലേറിയ. എവിടെയൊക്കെയാണ് ഈ നഗ്ലേറിയ കാണപ്പെടുന്നത്? ചൂടുള്ളതും നിശ്ചലവുമായ ശുദ്ധജലാശയങ്ങളിലാണ് നഗ്ലേറിയ കൂടുതലായും കാണപ്പെടുന്നത്. കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കിലെ വെള്ളം, സ്വിമ്മിംഗ് പൂളിലെ വെള്ളം, ടാങ്കുകള്, പൈപ്പുകള്, ഇതിലെയൊക്കെ വെള്ളത്തില് നഗ്ലേറിയ ധാരാളമായി കാണപ്പെടാറുണ്ട്. കാലാവസ്ഥ മാറ്റം മൂലം വെള്ളത്തിന്റെ ചൂട് കൂടുകയും ചൂട് കാരണം കൂടുതൽ ആൾക്കാർ കുളിക്കാൻ വേണ്ടി കുളങ്ങളിലേക്ക് ചാടുന്നതും ഈ അമീബിക് മെനിഞ്ചോ എൻകെഫലൈറ്റിസിന്റെ അളവ് കൂട്ടാൻ ഒരു കാരണമാകുന്നു. കടൽ വെള്ളത്തിൽ എന്നാൽ ഈ അമീബയ്ക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. എങ്ങനെയാണ് ഈ രോഗം വരുന്നതെന്ന് നോക്കാം. അമീബ മൂലം മലിനമായ ജലത്തിൽ ആൾക്കാർ കുളിക്കുകയോ നീന്തുകയോ ചെയ്യുമ്പോൾ വെള്ളത്തിലൂടെ മൂക്കിലേക്ക് ഈ അമീബ കയറുകയും മൂക്കിലെ ഞരമ്പുകൾ വഴി അത് തലച്ചോറിലേക്ക് എത്തുകയും ചെയ്യുന്നു. രോഗാണു ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ഏകദേശം 1 തൊട്ട് 12 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. കുട്ടികളിലും യുവാക്കളിലുമാണ് കൂടുതലായി ഈ രോഗം കണ്ടുവരുന്നത്. എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതികഠിനമായ പനി, തലവേദന, കഴുത്തുവേദന, ഛർദി, ഓക്കാനം, വെളിച്ചത്തിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ട്, ബോധക്ഷയം, അപസ്മാരം, പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ സംഭവിക്കാം. അതുപോലെ തന്നെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, ഇവയൊക്കെ രോഗം മൂർച്ഛിക്കുമ്പോൾ വരും. രോഗലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ 1-2 ആഴ്ചകൾക്കുള്ളിൽ മരണം സംഭവിക്കും. ഇതിന്റെ മരണനിരക്ക് 98%. രോഗലക്ഷണങ്ങൾ ശ്രദ്ധിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ ചികിത്സ തേടുക. വേറൊരു കാര്യം നിങ്ങൾ അറിയണം, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ രോഗം പകരുകയില്ല. ഈ രോഗത്തെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കുളങ്ങൾ, തടാകങ്ങൾ മുതലായ സംസ്കരിക്കാത്തതോ നിശ്ചലമായതോ ആയ ശുദ്ധജല സ്രോതസ്സുകളിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്യരുത്. കിണറുകളിലെയും വാട്ടർ ടാങ്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വാട്ടർ തീം പാർക്കുകളിലെയും വെള്ളം കൃത്യമായ രീതിയിൽ കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യുക. എന്തെങ്കിലും കാരണവശാൽ വെള്ളത്തിൽ ഇറങ്ങേണ്ടി വന്നാൽ കഴിവതും തല മുക്കാതെ നോക്കുക. നീന്തൽക്കാർ നോസ് ക്ലിപ്പുകൾ ഉപയോഗിച്ച് നീന്തുക. മൂക്ക് വൃത്തിയാക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക. മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ വലിച്ചു കയറ്റുകയോ ചെയ്യരുത്. ഹോസ് വെച്ച് കുട്ടികൾ കളിക്കുമ്പോൾ ചിലപ്പോൾ മുഖത്തേക്ക് വെള്ളം അറിയാതെ വരാറുണ്ട്. അപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു കാരണവശാലും വെള്ളം കുഞ്ഞുങ്ങളുടെ മൂക്കിലേക്ക് കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയുമൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഈ മാരക രോഗത്തെ പ്രതിരോധിക്കാൻ പറ്റും.